ഹലോ, ഞാൻ നാട്ടിലോട്ട് പോയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു, ഒരു രക്ഷയില്ല. വർക്കിൻ്റെ ഇടയിൽ ഭയങ്കര സ്ട്രെസ്ഡായിരുന്നു. അപ്പോൾ പഴങ്കഞ്ഞി കുടിക്കാമെന്ന് ഓർത്തു. ഞാനിവിടെ ഉപ്പുമാങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച്. ഇത് കണ്ടോ, ഞാൻ മെഹന്തി ഇട്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല, കൈ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇത് ലെവലോലിക്ക ചിലയിടത്ത് റൂബിക്ക എന്ന് പറയും. ഇത് ലെവലോലിക്ക, ഇവിടെ ലെവലോലിക്ക എന്നാണ് പറയുന്നത് ട്രിവാൻഡ്രത്ത്. ഇത് ഉപ്പും പുളിയും മിക്സ് ചെയ്തൊരു സംഭവമാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നെ സെപ്പറേറ്റ് വീഡിയോ ഇടാം. ഇത് ഉണക്കമീൻ, ഇത് മറ്റേ എന്താണ് വാളമീനാണ്, വാളമീൻ ഉണക്കിയത്. തൈര്, ഇത് എറണാകുളത്ത് നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഉണ്ടമുളകും പിന്നെ അല്ലാതെ ഇവിടുത്തെ പച്ചമുളകും പിന്നെ കുറച്ച് ഉള്ളി അതിലോട്ടിടാൻ ഉപ്പെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇതിലോട്ടിട്ട് കൊടുക്കാം. 1-2 ഇട്ട് കൊടുത്തു. ഉലുക്ക കുറച്ച്, ഉപ്പും പുളിയും, കുറച്ച് തൈര്, ചുവന്നുള്ളി, പച്ചമുളക്. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഞാൻ ലാസ്റ്റ് ടൈം ട്രിവാൻഡ്രത്ത് പൊങ്കാലയുടെ സമയത്ത് പോയപ്പോൾ എടുത്തതാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരേ ഉള്ളൂ, പഴങ്കഞ്ഞി. എനിക്ക് പഴങ്കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല അത് നല്ല ഹെൽത്തി ആണല്ലോ, പക്ഷേ എങ്കിലും ഞാൻ അങ്ങനെ കഴിക്കാറില്ല. ആരോഗ്യം കൂടി കുറച്ചും കൂടി തടി കൂടാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ വല്ലപ്പോഴും നല്ല കൊതി തോന്നുമ്പോൾ ഞാൻ കഴിക്കാറുണ്ട്. ഇതിൻ്റെ കൂടെ കപ്പ, ചക്കപ്പുഴുക്ക്, പിന്നെ എന്താ തലേദിവസത്തെ മീൻ, ഇതൊക്കെയാണ് കോമ്പിനേഷൻ. അന്ന് അതൊന്നും എനിക്ക് കിട്ടിയില്ല, ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ ട്രിവാൻഡ്രത്ത് ഉത്സവത്തിന് പോകുന്നെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ആദ്യം അമ്മയുടെ അടുത്ത് പറഞ്ഞതാണ്, കരമനയിൽ ഒരു പഴങ്കഞ്ഞി കടയുണ്ട്, അവിടെ റീൽസൊക്കെ ഞാൻ എപ്പോഴും കാണാറുണ്ട്, അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. അപ്പോൾ അമ്മ പറഞ്ഞു ഒരിക്കലുമില്ല, ഞാൻ സെറ്റ് ചെയ്ത് തരാം. അങ്ങനെ എൻ്റെ അമ്മ ഉള്ളത് വെച്ചൊക്കെ സെറ്റ് ചെയ്ത് തന്നു. കാര്യമായിട്ട് കപ്പയും സംഭവങ്ങളൊന്നും വാങ്ങിക്കാൻ അതിനുള്ള ക്ഷമ ശരിക്കും ഇല്ലായിരുന്നു, അടുത്ത ദിവസം വരെ വെയിറ്റ് ചെയ്യാൻ. എനിക്ക് നല്ല ചൂട് വന്നപ്പോൾ എനിക്ക് പഴങ്കഞ്ഞി കഴിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഭയങ്കരമായിരുന്നു. അപ്പോൾ എൻ്റെ പ്ലേറ്റൊക്കെ കണ്ടപ്പോൾ മനസ്സിലായല്ലോ എത്രത്തോളം ഞാൻ ആസ്വദിച്ച് കഴിച്ചു. അപ്പോൾ എൻ്റെ സ്പീഡ് കാണാം.